ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാജീവ്. ബെസ്റ്റ് ബാറ്ററി ഹൗസിൻ്റെ പുതിയ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം സോളാർ മേഖലയിൽ വിപ്ലവം ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇൻവെർട്ടറുകളെ കുറിച്ചാണ്. അതായത് മൈക്രോ ഇൻവെർട്ടേഴ്സ്, ഇത്തിരി കുഞ്ഞൻ ഇൻവെർട്ടർ എന്ന് പറയുന്ന മൈക്രോ ഇൻവെർട്ടേഴ്സ് ആണ്. ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഒരുവിധമൊക്കെ മാർക്കറ്റിൽ അവൈലബിളായി തുടങ്ങിയിട്ടുള്ള ഇൻവെർട്ടറാണത്. അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഉപയോഗിച്ചാണ്. പിന്നെ ആദ്യം നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആൾക്കാർ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻവെർട്ടറുകളെ കുറിച്ച് ആദ്യം അറിയണം. അതായത് ഓൺ ഗ്രേഡ് ഇൻവെർട്ടർ. ഓൺ ഇൻവെർട്ടറുകൾക്ക് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് സ്ട്രിങ് ഇൻവെർട്ടേഴ്സാണ്. സ്ട്രിങ് ഇൻവെർട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻവെർട്ടർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് പാനലിൽ നിന്നുള്ള കണക്ഷൻസ് സീരീസ് ആയിട്ട് കൊടുക്കും. എന്നിട്ട് ഇൻവെർട്ടർ ത്രൂ സപ്ലൈ നമ്മുടെ വീട്ടിലേക്ക് കൊടുക്കുകയാണ്. ആ കറണ്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നു, ബാക്കിയുള്ളത് KCB കൊടുക്കുന്നു. മൈക്രോ ഇൻവെർട്ടേഴ്സും പ്രൊസീജിയേഴ്സ് എല്ലാം കറക്റ്റാണ്, പക്ഷേ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് വരുന്നത്. അതിൽ ഓരോ പാനലിലും ഓരോ ഇൻവെർട്ടർ, ചെറിയ ഇൻവെർട്ടറുകൾ ഓരോ പാനലുകളിലേക്കും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പാനലുകളെയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഏതെങ്കിലും പാനലുകൾ കംപ്ലയിൻറ്റ് വന്ന ഷെയ്ഡ് ഉണ്ടെങ്കിലോ അറിയാൻ പറ്റും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സോളാർ പാനലിൻ്റെ അവിടെ വെച്ച് തന്നെ DC ഔട്ട് ഇൻപുട്ടിനെ നമ്മൾ AC ആയിട്ട് കൺവേർട്ട് ചെയ്ത് അവിടെ വെച്ച് തന്നെ കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ താഴെ DBയിലേക്ക് കൊടുക്കും. അപ്പോൾ എന്താ ഗുണം വെച്ച് കഴിഞ്ഞാൽ മുമ്പുള്ള ഇൻവെർട്ടറുകളുടെ ഒരു ലോസ് ഉണ്ടാവും. വയേഴ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ വരുന്നൊരു ലോസ് കുറഞ്ഞ് കിട്ടും. പിന്നെ കൈകാര്യം ചെയ്യാൻ കുറച്ചും കൂടി DCയേക്കാൾ എളുപ്പം AC ആണ്. അങ്ങനെ ആ AC-നെയാണ് AC നേരെ നമ്മുടെ ഈ ഓൺ ഗ്രിഡ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ വീടുകളിലേക്ക് യൂസ് ചെയ്യുന്നു, ബാക്കി KCB കൊടുക്കുന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡാണ്, ഔട്ട്പുട്ട് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിരിക്കും, കുറച്ചും കൂടി റിലയബിളാണ്. അപ്പോൾ അതിൽ ബാക്കിയുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു എന്തെങ്കിലും സാധാരണ സോളാർ ഇൻവെർട്ടറുകൾ, അതായത് സ്ട്രിങ് ഇൻവെർട്ടേഴ്സിൽ നമ്മൾ എവിടെയെങ്കിലും പാനലുകളിൽ വല്ല ഷെയ്ഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ഔട്ട്പുട്ട് കിട്ടില്ല. ആ ഔട്ട്പുട്ട് ബാക്കിയുള്ള പാനലുകളെയും ബാധിക്കും. ഇതിൽ ഏതെങ്കിലും ഇൻവെർട്ടർ നമ്മുടെ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ ബാക്കി ഇൻവെർട്ടറിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടും. അല്ലെങ്കിൽ ഏതെങ്കിലും പാനലുകൾ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ ആ പാനൽ കട്ടായി ബാക്കിയുള്ള പാനലിൽ നിന്ന് 6 പാനലുകൾ ഒരു പാനലിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി 5 പാനലിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടും. മറ്റേതാകുമ്പോൾ ആ ഔട്ട്പുട്ട് കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പരമാവധിയുള്ള ആ പ്രൊഡക്ഷൻ കുറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം. ഇത് വേറെ നമ്മൾ നേരെ ഈ ഇൻവെർട്ടർ കണക്ട് ചെയ്തതിന് ശേഷം അവിടെ ഒരുപാട് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടെക്നിക്കലി ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേക്ക് വരുന്നില്ല, വെറുതെ വീഡിയോ വല്ലാണ്ട് നീണ്ടുപോകും. അതുകൊണ്ട് അതിൽ നമ്മൾ കൺട്രോൾ സിസ്റ്റം വരുന്നുണ്ട്. NY എന്നൊരു കൺട്രോൾ സിസ്റ്റം ഉള്ളത് വയ്ക്കുന്നുണ്ട്. അതാണ് അവിടുത്തെ നെറ്റ് കണക്ഷനും പിന്നെ പ്രൊഡക്ഷനും അതിൻ്റെ പ്രോഗ്രാമിംഗ് ഒക്കെ എല്ലാം ചെയ്യുന്നത് അതിൽ നിന്നാണ്. നേരെ നമ്മുടെ മൊബൈലിലേക്കാണ് അത് അവിടുന്ന് കണക്ഷൻ, വൈഫൈ വഴിയുള്ള കണക്ഷൻ കിട്ടുന്നത്. പിന്നെ മൊബൈലിൽ നമുക്ക് എല്ലാ സാധനങ്ങളും കാണാൻ പറ്റും. നമ്മുടെ പ്രൊഡക്ഷൻ, ഒരു പാനലിലെ വോൾട്ടേജ്, അല്ലെങ്കിൽ വോൾട്ടേജിൽ എന്ന് പറയുന്ന ഓരോ പാനലിൽ നിന്ന് വരുന്ന കറണ്ട് എല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഏത് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതാണ് ഈ അഡ്വാൻസ് ടെക്നോളജി വന്നത്. മറ്റേത് നമുക്ക് ഓൾറെഡി നമുക്ക് മൊബൈലിൽ നമ്മുടെ ഡെയിലി പ്രൊഡക്ഷൻ മാത്രമേ പറ്റുള്ളൂ. നമുക്ക് എക്സ്പോർട്ട് ഇമ്പോർട്ട് ആവുന്നൊന്നും അറിയാൻ പറ്റില്ല. എല്ലാം നമുക്ക് മറ്റേ എവിടെ ഒന്നും വേണമെങ്കിൽ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഗുണമാണ്. സർവീസും കാര്യങ്ങളും വളരെ എളുപ്പമാണ്. പിന്നെ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈബ്രിഡ് ഇൻവെർട്ടർ വന്നപ്പോൾ അത്യാവശ്യം വില കൂടുതലായിരുന്നു. അതിനേക്കാൾ വില കൂടുതലാണ് മൈക്രോ ഇൻവെർട്ടേഴ്സ്. മാർക്കറ്റിൽ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുള്ളൂ. അത് കാരണം കൊണ്ട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം റേറ്റ് കുറയും എന്ന് വിചാരിക്കുന്നു. കാരണം അതിൻ്റെ ഇതിലേക്ക് ആൾക്കാർ വരുന്നുള്ളൂ. എല്ലാ കമ്പനികളും ഇറക്കി തുടങ്ങിയില്ല. 1-2 കമ്പനികളെ വന്നു തുടങ്ങിയിട്ടുള്ളൂ. എല്ലാവരും ഇത് മാർക്കറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ അത് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഞാൻ അടുത്ത അതിൻ്റെ വീഡിയോസും ബാക്കിയുള്ള ടെക്നിക്കൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നവർക്ക് ജസ്റ്റ് ഇതൊന്നും നിങ്ങളുടെ അറിവിലേക്ക് മാത്രമായിട്ട് ഇത് ഷെയർ ചെയ്യുകയാണ്. കോസ്റ്റ് നോക്കേണ്ട ആവശ്യമില്ല. കാരണം മറ്റേ ഇൻവെർട്ടർ അപേക്ഷിച്ച് വാറണ്ടി കൂടുതൽ കൊടുക്കുന്നുണ്ട്. 20 വർഷമൊക്കെ ഇപ്പോൾ വാറണ്ടി പറയുന്നുണ്ട്. പാനൽ 30 വർഷം പറയുമ്പോൾ അത്യാവശ്യം നമ്മുടെ ഭാവിയിലേക്കുള്ളൊരു കരുതൽ പോലെ നമുക്കത് ആ പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രശ്നമാവില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. നമുക്ക് നോക്കാം. ഇനിയുള്ള അടുത്ത അതിൻ്റെ പ്രൊഡക്ഷൻ കാര്യങ്ങൾ നോക്കുമ്പോൾ പ്രൊഡക്ഷൻ കൂടുതൽ വരുന്നുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ടോപ്പ് ഓൺ പാനൽസ് വയ്ക്കുമ്പോൾ നല്ല രീതിയിലുള്ള പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട്. യൂണിറ്റ് കൂടുതലുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഭാവിയിൽ ഇനി അത് അതിലേക്ക് ആവും, പതുക്കെ എല്ലാവരും കൺവേർട്ട് ആവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സോളാർ വെച്ച ആൾക്കാർക്ക് ഇനിയിപ്പോൾ നിർത്തിയൊന്നുമില്ല. കാരണം നമ്മുടെ അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓരോ ഇലക്ട്രോണിക്സ് ഫീൽഡെല്ലാം അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് പുതിയ എന്തെങ്കിലും ടെക്നോളജികൾസ് വരാം. അപ്പോൾ ഇത് നിങ്ങളേക്കുള്ള അറിവിലേക്ക് ജസ്റ്റ് മൈക്രോ ഇൻവെർട്ടർ എന്താണെന്ന് മാത്രമാണ്. ബാക്കിയുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. എൻ്റെ ടെക്നിക്കലി ഡിഫോൾട്ടും കാര്യങ്ങളൊന്നും മോണിറ്റർ ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഒരുപാട് കമ്പനികൾ വെച്ച് തുടങ്ങിയിട്ടുള്ളൂ.
അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള വീഡിയോ അടുത്തൊരു ഇതിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇനി അടുത്ത വീഡിയോയിൽ ഹൈബ്രിഡ് ഇൻവെർട്ടേഴ്സും പിന്നെ ടോപ്പ് കോൺ പാനൽസും അങ്ങനത്തെ കാര്യങ്ങളും ഡീറ്റെയിൽസും അടുത്ത വീഡിയോയിൽ കാണും. നിങ്ങൾ തീർച്ചയായും ഈ ചാനൽ തുടർച്ചയായി കാണാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിലുള്ള ചെറിയ അറിവുകൾ ഞാനിതിൽ ഷെയർ ചെയ്യും, വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യും. ഇത് ചാനൽ ഇഷ്ടമായെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകളും കാണുക. ഓക്കെ, ബൈ.